കഥാർസിസ് എന്ന് പറയുന്നത് വികാര വിവേചനം നടത്തണം. ശരീരത്തിന്റെ മതം പുറത്തു കളയാൻ സ്പോർട്സ്, മനസ്സിന്റെ മതം പുറത്തു കളയാൻ ആർട്സ്. അതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. എന്തിനാ? ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളെ, മതത്തെ, ഹോർമോണിനെ പല വഴികളിലൂടെ തിരിച്ചുവിട്ടിട്ട് അതിനെ സർഗാത്മകമായിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ കലയും കായിക വിനോദങ്ങളും. മനസ്സിലായോ? ഇപ്പോൾ നാടകത്തിന്റെ സ്റ്റേജിൽ ഇടിവെട്ട് ധീരമിടാൻ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല രാഘവ എന്ന് പറയുമ്പോ അപ്പോ നമ്മുടെ ഉള്ളിലുള്ള മതം പുറത്തേക്ക് പോവുക, തുള്ളി തുറക്കുക. നാട്ടിൽ കഴിയാവട്ടെ, കോൽ കഴിയാവട്ടെ, ദഫുമുട്ട് കഴിയാവട്ടെ, കാഴ്ചയ്ക്ക് ശരീരം വിയർത്ത് കുളിക്കുക, സംഭാഷണങ്ങൾ പാട്ടുപാടുക, കഥ പറയുക, നാടകവും സിനിമയും കണ്ട് കരയുക. ആകാശത്തൂത് സിനിമ കാണുമ്പോ എല്ലാവരും കരഞ്ഞു അല്ലേ? അവസാനം ഒരു കാലിന് സ്വാധീനമില്ലാത്ത ഒരു കുട്ടി ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ മറ്റെല്ലാരും പോയപ്പോ ഇവരിങ്ങനെ ഒറ്റക്ക് ആ പള്ളിമുറ്റത്ത് കൂടി നടക്കുന്ന കണ്ടിട്ട് ആ കുട്ടിയെ എല്ലാവരുടെയും സ്വന്തം കുട്ടിയാക്കി കരഞ്ഞു. കരഞ്ഞപ്പോഴാണ് ആ അമ്മയുടെ ആത്മാവ്, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോകുന്നത്, ആ അമ്മയുടെ ആത്മാവ് മൂത്ത കുട്ടിയെ കൊണ്ടുപോയ ആ മനുഷ്യന്റെ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ മനസ്സ് മാറ്റാൻ ആകാശത്തിലൂടെ ദൂത് പോയിട്ട് മനസ്സുമായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നു. അങ്ങനെ ആ സിനിമ ആകാശം ഉപയോഗിക്കുന്നത്. അന്ന് സിനിമ തിയേറ്ററിൽ നിന്ന് നമ്മളെല്ലാം കരഞ്ഞു. ആ കരയുമ്പോ യഥാർത്ഥത്തിൽ പൈസ കൊടുത്തിട്ട് അങ്ങനെ ആരില്ല. ഇത് അഭിനയമാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും നമ്മൾ കരഞ്ഞതെന്തിനാ? നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ പുറത്തു കളഞ്ഞു. കണ്ണീര് സ്ത്രീകള്, സ്ത്രീ പുരുഷന്മാരെ പ്രാർത്ഥിച്ചു കൂട്ടി. അതുകൊണ്ടാ ഈ മൂക്കിന്റെ തമ്പുരാൻ സൃഷ്ടിയെ പറ്റി അർത്ഥം എന്താണെന്നറിയോ? കണ്ണിന് മൂക്കിന് കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലുള്ള വെള്ളം കാണും. അപ്പോ ഈ ഒച്ച കേൾക്കുമ്പോൾ കരയുന്നതെന്ന് അടുത്തുള്ള ആളറിയാം. സ്ത്രീകൾക്കായി തന്നെ ആണവും മാനവും ഇല്ലാതെ കാര്യം. പുരുഷന്മാര് കരഞ്ഞാൽ അതിന്റെ ഡീസന്റ് കുറിപ്പോ വിളിച്ചിട്ടാണ് അവര് മനസ്സിലായോ? കരഞ്ഞ വിളിച്ചു കയറ്റിയാൽ കരയുന്നത് ആളറിയുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് കലയുടെ ലക്ഷ്യം വികാര വിവേചനമാണ്, കഥാർസിസം. സ്പോർട്സിന്റെ ലക്ഷ്യം ശരീരത്തിന്റെ മതം പുറത്തു കളയാനാണ്. അതുകൊണ്ടാണ് ഒരു യുവാവ് എന്തെങ്കിലും ഒരു കലയോ ഒരു സ്പോർട്സിലോ ഒന്നിലും പങ്കെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ ചില ചെറുപ്പക്കാരെ പറ്റി പറയും, നാട്ടിൽ ചെറുപ്പക്കാരൻ ഒരു ഗുണത്തിനുമില്ല, ഒരു ദോഷത്തിനുമില്ല, പിന്നീട് ചെറുപ്പക്കാരന്റെ ആവശ്യമില്ല. ഒരു ഗുണത്തിനുമില്ല, ഒരു ദോഷത്തിനുമില്ല ഒരു ചെറുപ്പക്കാരനാണോ? അവരെന്തിലെങ്കിലും ഒരു താല്പര്യം വേണ്ടേ? ഏതിനോടൊന്നും ഒരു പാഷൻ വേണ്ടേ? അതുകൊണ്ട് ശരീരത്തിന്റെ മതവും മനസ്സിന്റെ മതവും പുറത്തു കളയാൻ പാട്ടുപാടുന്ന, കഥ പറയുന്ന, കവിത വായിക്കുന്ന, നാടകം കാണുന്ന, നാടകത്തിൽ അഭിനയിക്കുന്ന, ഓടുന്ന, ചാടുന്ന യുവാവിനെ സൃഷ്ടിക്കലാണ് ഒരു ലീഡർഷിപ്പ് ചെയ്യേണ്ടത്. അവന്റെ എനർജിയെ പുറത്തു കളയണം. ആ പുറത്തു കളയാൻ, പുതിയ പല്ല് പുറത്തു വരാൻ വഴിയൊരുക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പഴയ പല്ല് പൊളിച്ച് വഴി കൊടുക്കണ്ടേ? പഴയ പല്ല് പൊളിച്ച് വഴി കൊടുത്തില്ലെങ്കിൽ പുതിയ പല്ല് എന്ത് പല്ലാവും? പല്ലാവും. നമ്മുടെ യുവാക്കൾ ഇപ്പോൾ വരുന്ന അർത്ഥം, അവര് ഫേസ്ബുക്കിൽ ഇങ്ങനെ തലയും കൂടിട്ട് ഓടുന്നില്ല, ചാടുന്നില്ല, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അലസന്മാരാകുന്നു. അവരുടെ ശരീരം ഗുരുവാകുന്നു. മനസ്സ്, ആ ശരീരത്തിലെ ഹോർമോണിനെ കുത്തുക. ആ കുത്തുകൊണ്ടല്ലോ നമ്മൾ പഠിച്ചതും സംസ്കാരവും ധർമ്മവും നീതിയെല്ലാം മൊയല. അത് പറഞ്ഞ എഴുതുന്നൊരുത്തൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി, രണ്ടാഴ്ച ഉറപ്പില്ല. അടുത്ത ദിവസം കൊണ്ടുപോയി പോയിട്ടില്ലാക്കി അച്ഛൻ അമ്മ അവരുടെ സ്നേഹം, അച്ഛന്റെ അമ്മയുടെ സ്നേഹം
സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? അടിസ്ഥാന വ്യത്യാസം അറിയാമോ? അറിയാമോ? അച്ഛന്റെ അമ്മയുടെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം. മറ്റെല്ലാവരും നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടതിന് ശേഷം. എന്നാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചവരാണ് അച്ഛനമ്മ. ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവർ. ആ സ്നേഹത്തെ തിരിച്ചറിയണമെങ്കിൽ ഈ മുയലാവുന്ന മനസ്സ് ഉറങ്ങരുത്. എന്നാൽ മനസ്സ് ഉറങ്ങുന്നോ അത് പറയരുത്. അത് പറയുന്ന ശരീരത്തെ തടയുന്ന, ശരീരത്തിന്റെ ചോദനയെ തടയുന്ന ആ മുയൽ ഉറങ്ങുന്നോ ശരീരം ആണ പോകുന്നു. ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫി വാങ്ങി വരുന്നു. ആണ പോയിട്ട് ശരീരം പോയിട്ട് ട്രോഫി വാങ്ങി വരുന്നേ. അയ്യോ ഓരോ കഞ്ചാവാൻ ഇപ്പ മനസ്സിലായത് അമ്മേ ഇപ്പത്തെ ചെയ്യാന്ന് പറഞ്ഞ് വരികയാണ്. നമ്മുടെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരെ നയിക്കാൻ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തതാണ്. മറ്റുള്ളവരെ നയിക്കാൻ പിന്നെയാവട്ടെ. അതുകൊണ്ട് ലീഡർഷിപ്പ്, നേതൃത്വ പരിശീലനത്തിൽ ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കരുത്തുണ്ടാവുന്നത് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും എന്തെന്ന് തിരിച്ചറിയുവാനുള്ള കരുത്തുണ്ടാവണം. എന്നെ നയിക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി സ്വയം ആർജിക്കുക എന്നതാണ് ഈ നേതൃത്വ പരിശീലനത്തിൽ ഓരോ യുവാവും യുവതിയും ഉണ്ടാക്കിയത്. അതുകൊണ്ട് മനുഷ്യക്കൂട്ടം, നമ്മുടെ ഈ സംസ്കാരമെല്ലാം തന്നത് മനുഷ്യക്കൂട്ടമാണ്. അല്ലേ? നമുക്ക് ഭാഷ തന്നത് മനുഷ്യക്കൂട്ടമാണ്. നമുക്ക് ധർമ്മത്തെ പറ്റി, നീതിയെ പറ്റിയിട്ട്, സത്യത്തെ പറ്റിയിട്ടുള്ള അറിവുകൾ തന്നത് മനുഷ്യക്കൂട്ടമാണ്. ആ മനുഷ്യക്കൂട്ടം ഒറ്റക്കൊറ്റക്ക് നിന്നാൽ ഒന്നുമല്ല, അവരൊരുമിച്ച് നിന്നാൽ എല്ലാമാണ്. മനുഷ്യക്കൂട്ടം ഒറ്റക്കൊറ്റക്ക് നിന്നാൽ ഒന്നുമല്ല, അവരൊരുമിച്ച് നിന്നാൽ എല്ലാമാണ്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വയനാട്ടിൽ നടക്കുമ്പോ എന്റെ നാട്ടിലൊക്കെ നടന്ന ദുരന്തം വയനാട്ടിന്റെ കൂട്ടത്തിൽ വോൾട്ടേജ് കുറഞ്ഞു പോയതാണ്. 2 ദിവസം എന്റെ നാട്ടിലെ 350 വീടുകൾ ഒരു നില മുഴുവൻ വെള്ളത്തിലായിരുന്നു. അത്രയും വലിയ വെള്ളപ്പൊക്കമായിരുന്നു എന്റെ നാട്ടിൽ. ഞങ്ങൾ കുറച്ച് ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചളികൾക്ക് എല്ലാ സകല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ കുറെ ദിവസമായിട്ട് ഇവർക്ക് തുണി ശേഖരിച്ച് പത്രവും ഭക്ഷണവും, ചില വീട്ടിൽ ഒരു ഉരുട്ടുപകരണം പോലുമില്ല, ഒരു പാത്രം പോലും എന്റെ ഒഴുകി പോയി. അവർക്ക് പാത്രം സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിന്റെ തിരക്കിലായിരുന്നു. അതിന്റെ ഇടയിൽ ഓടി വന്നതാണ്. ഈ മഹാദുരന്തം നടന്നിട്ടും നമ്മൾ അതിജീവിക്കുന്നത് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. ടീമാവുക. ഒരു ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് മനുഷ്യക്കൂട്ടത്തെ ടീമാക്കാൻ കഴിയണം. എന്താണ് ടീം? ടീമിന്റെ സ്പെല്ലിംഗ് എന്താ? TEAM. അതിലൊരു ഫോം ഉണ്ട്. എന്താ പറയുക? ടുഗദർ. ടീം പറഞ്ഞാൽ ടുഗദർ, ഒരുമിക്കണം, ചേർന്ന് നിൽക്കണം എന്നാണ്. ഒന്നായാൽ നന്നായി എന്നാണ്. ചേർന്ന് നിൽക്കുക, മനസ്സിലായില്ലേ? കൂട്ടിച്ചേർക്കുക. ശരീരങ്ങളെ മാത്രമല്ല കൂട്ടിച്ചേർക്കേണ്ടത്, മനസ്സുകളെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ശരീരങ്ങളെ കൂട്ടിച്ചേർക്കുക ഒരു ഗ്രൂപ്പല്ല, ഒരു ടീമാണ്. ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുക. ആ ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ പലയിടങ്ങളിൽ പോകുന്നവരാണ്. ആർക്കും പരസ്പരം അറിയില്ല, പലർക്കും പല ലക്ഷ്യങ്ങളാണ്. ആ ബസ്സിൽ ഇരിക്കുന്ന യാത്രക്കാരെല്ലാം ഒരു ഗ്രൂപ്പാണ്, ഒരു ടീമല്ല. പക്ഷേ ലാസ്റ്റ് ബസ് രാത്രി 10, 11, 12 മണിയായപ്പോ ആ ബസ് വഴിയിൽ ആക്സിൽ മുറിഞ്ഞു വഴിയില്ല. അപ്പൊ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു ബസ്സിന് പോകില്ല, പകരം എന്തെങ്കിലും സംവിധാനം വേണം. കുറച്ചു നേരം ഗ്രൂപ്പുകളെല്ലാം ഇങ്ങനെ നിന്നു, ഇതികർത്തവ്യമാരായിരുന്നു. പിന്നീട് ഒരു സ്വയം ഒരു വൃത്തിയിരുന്നു. അതുവരെ അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾക്ക് എവിടെയാ പോകുന്നത് ചോദിച്ചിരുന്നോ? ഇല്ല. അപ്പൊ ചോദിക്കാൻ പറ്റും, നിങ്ങളെങ്ങോട്ടാ? നമ്മുടെ മനുഷ്യന്മാർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ബസ്സിൽ പിന്നെ ഒരു ഭാഗത്തേക്ക് നോക്കി ഇരിക്കുകയല്ലേ, ട്രെയിനിൽ മുഖാമുഖം നോക്കിയിരുന്നാൽ 4-5 മണിക്കൂർ ഇങ്ങനെ ഇരുന്നാൽ പോലും പരസ്പരം ഒന്നും എങ്ങോട്ടാന്ന് ചോദിക്കുന്നില്ല. ചോദിച്ചാൽ മറുപടിയോ ഇനിയൊന്ന് ചോദിച്ചത് വെച്ചു, ഇനിയൊന്ന് ചോദിക്കരുതെന്ന് മറ്റൊരു മറുപടി പറയാം. അത്തരത്തിൽ മനുഷ്യർക്കില്ലാതെ
ഞാനൊരു ദിവസം ട്രെയിനിൽ പോകുമ്പോൾ ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളെല്ലാം ഒരുമിച്ച് പോകും. തിരക്കുള്ള ഒരു കമ്പാർട്ട്മെന്റിൽ ഈ കുട്ടികളുടെ സംഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് കയറി. ന്യൂ ജനറേഷന്റെ സംഭാഷണം